ശബരിമല സ്വർണ്ണമോഷണത്തിൽ തുടർച്ചയായ 4-ാം ദിവസവും നിയമസഭ പ്രക്ഷുബ്ധം. ചോദ്യോത്തരവേളയുടെ തുടക്കത്തിൽ തന്നെ സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്രതിപക്ഷം ബാനറുകളും പ്ലക്കാർഡുകളും ഉയർത്തി. ബാനർ പിടിച്ചുമാറ്റാൻ വാച്ച് ആൻഡ് വാർഡിന് സ്പീക്കർ നിർദ്ദേശം നൽകി. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. ബഹുമാനരായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കുറിച്ച് നടത്തിയ പരാമർശം വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ബഹുമാനപ്പെട്ട ട്രഷറി ബെഞ്ചിൽ അംഗങ്ങൾ സഹകരിക്കണം. പ്ലീസ് അംഗങ്ങൾ അവിടെ പോയിരിക്കണം. ഭരണകക്ഷി പ്ലീസ് ട്രഷറി ബെഞ്ചിൽ അംഗങ്ങൾ അവിടെ പോയിരിക്കണം. ചോദ്യോത്തരം നടക്കണം. ട്രഷറി ബെഞ്ച് 2 ശ്രീ DK മുരളി ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ M രാജഗോപാലൻ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ, കാലോചിതമായ ശ്രീ KV സുമേഷ്. സർ, ഇത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. സർ, ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹം വലിയ വിലയ്ക്ക് വിറ്റിരിക്കുകയാണ്. അതിന് കൂട്ടുനിന്ന ആളുകൾക്കെതിരായി നടപടിയെടുക്കണം. ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡിനെ പുറത്താക്കണം എന്നതുമായി ഞങ്ങൾ ചോദ്യം നമ്പർ ബാനർ റിമൂവ് ഇപ്പൊ തന്നെ പിടിച്ചു വാങ്ങിച്ചോ. ബാനർ പിടിച്ചു വാങ്ങിക്ക്. അങ്ങ് പറഞ്ഞോ. പ്രതിപക്ഷ നേതാവിന്റെ മൗനാനുവാദത്തോടെ അവിടെ പിടിക്കാൻ പറ്റില്ല. അത് പിടിച്ചു വാങ്ങിക്ക്. അവിടെ പിടിച്ചോ. ഇവിടെ പിടിക്കാൻ പറ്റില്ല. അവിടെ പിടിക്കാൻ പറ്റില്ല. അങ്ങ് പറഞ്ഞോ. സർ, ബഹുമാനരായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കുറിച്ച് നടത്തിയ പരാമർശം വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞോ. സർ, ഒരു സ്ത്രീയെ ഒരു വനിതയെ ആക്രമിച്ചിരിക്കുകയാണ്. സർ, ഒരു വനിതയെ ആക്രമിച്ചിരിക്കുകയാണ്. അങ്ങയുടെ കൺമുന്നിൽ നടക്കുകയാണ്. എന്താണ് സർ ഈ പ്രതിപക്ഷം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തൊരു ധിക്കാരമാണ് സർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് ഈ സഭയും ലോകവും മുഴുവൻ വന്നിട്ട് മുഖ്യമന്ത്രി നടത്തിയ അധിക്ഷേപ പരാമർശം സഭയുടെ തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. പ്രതിഷേധം രേഖപ്പെടുത്താൻ വേറെ സമയമുണ്ട് എന്നായിരുന്നു സ്പീക്കറുടെ പ്രതികരണം. മുഖ്യമന്ത്രി ഒരാളുടെയും പേര് പറഞ്ഞിട്ടില്ല എന്നായിരുന്നു മന്ത്രി MB രാജേഷിന്റെ ന്യായീകരണം. പ്രതിപക്ഷ നേതാവിന്റെ അക്രമാഹ്വാനമാണ് ഇപ്പൊ നാം കാണുന്നത്. അക്രമാഹ്വാനമാണ് കാണുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ഒരംഗത്തിന്റെയും പേര് ഇവിടെ പരാമർശിച്ചിട്ടില്ല. ഒരംഗത്തിന്റെയും പേര് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരാമർശിച്ചിട്ടില്ല. സാർ, ഈ പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള അംഗങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ ആശീർവാദത്തോടുകൂടി എന്തെല്ലാമാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ഈ അക്രമത്തിന് മുഴുവൻ നേതൃത്വം കൊടുത്തുകൊണ്ട് ഗുണ്ടായിസത്തിന് നേതൃത്വം കൊടുക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷ ബഹളത്തിനിടയിലും ചോദ്യോത്തരവേള പൂർത്തിയാക്കി സ്പീക്കറുടെ ഡയസിലേക്ക് കയറാൻ പ്രതിപക്ഷ അംഗങ്ങൾ ശ്രമിച്ചതോടെ നിയമസഭ നിർത്തിവെച്ചു. പ്രതിപക്ഷത്തിന്റെ കയ്യേറ്റത്തിൽ വാച്ച് ആൻഡ് വാർഡ് അംഗത്തിന് പരിക്കേറ്റതായും പരാതിയുണ്ട്. ശ്രീജിത്ത് വിവരങ്ങളുമായി നിയമസഭയിൽ നിന്ന് ചേരുകയാണ്. ശ്രീജിത്ത്, നാടകീയമായ സംഭവങ്ങളാണ്, അസാധാരണമെന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് ഇന്ന് നിയമസഭയിൽ കണ്ടത്. ഈ പ്രതിപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് ബാനറുകളും പ്ലക്കാർഡുകളും പിടിച്ചു വാങ്ങാൻ വാച്ച് ആൻഡ് വാർഡിന് സ്പീക്കർ നിർദ്ദേശം നൽകുന്നതും പരസ്പരമുള്ള പോർവിളിയുമൊക്കെ നമ്മൾ കണ്ടു. അതിനിടയിലും ചോദ്യോത്തര വേള പൂർത്തിയാക്കി എന്നുള്ളത് ശ്രദ്ധേയമാണ്. സഭയിൽ കണ്ടതെന്താണ്? ഇന്നത്തെ പ്രതിപക്ഷ പ്രതിഷേധത്തെ, ഭരണപക്ഷത്തിന്റെ പ്രതിരോധത്തെ എങ്ങനെ വിലയിരുത്തണം ശ്രീജിത്ത്? റിജിത്ത്, അതിനു മുമ്പ് നമുക്ക് ഇപ്പോൾ നടക്കുന്ന കാര്യത്തെപ്പറ്റി പറയാം. ആദ്യം, അതായത് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചിരിക്കുന്നു. സ്വർണ്ണപ്പാളി വിവാദത്തിൽ ശക്തമായ നടപടിയെടുക്കണം, കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരണം, ദ്വാരപാലക ശില്പങ്ങൾ ഏത് കോടീശ്വരനാണ് വിറ്റത്, ആ വിറ്റതിൻ്റെ ഉത്തരവാദികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം, അതുവരെ തങ്ങൾ ശക്തമായ സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ സഭ ബഹിഷ്കരിക്കുന്നതായി അറിയിച്ചത്. സഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷങ്ങൾ ഇപ്പോൾ സഭാ കവാടത്തിലേക്ക് പ്രകടനമായി വരും. അവിടെ നിന്നായിരിക്കും പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെയും മറ്റ് പ്രതിപക്ഷ നേതാക്കളുടെയും പ്രതികരണം ഉണ്ടാകാൻ പോകുന്നത്. ഈ വാച്ച് ആൻഡ് വാർഡിന് പരിക്ക് പറ്റി എന്നുള്ള വിവരം കൂടി ഇതിനിടയ്ക്ക് സ്പീക്കർ അടക്കമുള്ള ആളുകൾ സഭാതലത്തിൽ സൂചിപ്പിച്ചു. ചീഫ് മാർഷലിന് പരിക്ക് പറ്റിയെന്നാണ് സ്പീക്കർ AN ഷംസീർ അറിയിച്ചത്. അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതായും സ്പീക്കർ അറിയിച്ചു. എന്നാൽ ഇത് നേരത്തെ പരിക്ക് പറ്റിയെന്ന് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ ആളാണ് ചീഫ് മാർഷൽ എന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. എന്നാൽ ആ ചീഫ് മാർഷൽ മാറി ഇപ്പോൾ പുതിയ ആളാണ് എന്നായിരുന്നു സ്പീക്കർ AN ഷംസീറിന്റെ മറുപടി. എന്തായാലും ആവനാഴിയിലെ
നൽകിയ അസ്ത്രങ്ങളെല്ലാം തീർന്നപ്പോഴാണ് പ്രതിപക്ഷം ഇപ്പോൾ ബഹിഷ്കരണം പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന പരിഹാസമാണ് ഇതിനോട് നിയമമന്ത്രി പി രാജീവ് നടത്തിയത്. ഒരു ആവേശത്തിന് എടുത്ത് കിണറ്റിൽ ചാടി ഇപ്പോൾ തിരിച്ചു കയറാൻ പറ്റുന്നില്ല, അതാണ് പ്രതിപക്ഷത്തിന് ഇപ്പോഴത്തെ അവസ്ഥയെന്നും രാജീവ് പരിഹസിച്ചു. ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഈ അക്രമത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാച്ചൻവാർഡിന് പരിക്കേറ്റ സംഭവത്തെ പോലും ന്യായീകരിക്കുകയാണ് വി ഡി സതീശൻ ചെയ്തതെന്ന് പാർലമെന്ററി കാര്യമന്ത്രി എം പി രാജേഷും പറഞ്ഞു. ഇന്നലെ അദ്ദേഹം തൻ്റെ പക്ഷത്തുള്ള MLA-മാർക്കെതിരെ എന്ത് തരത്തിലുള്ള മോശം പരാമർശമാണ് നടത്തിയത് താൻ ഇവിടെ പറയുന്നില്ല എന്നും എം പി രാജേഷ് പറഞ്ഞു. എന്തായാലും പ്രതിപക്ഷം ഇപ്പോൾ സഭ വിട്ടിരിക്കുന്നു. മറ്റ് ബില്ലുകൾ കൂടി പരിഗണിച്ച് സഭ ഇന്ന് തന്നെ അവസാനിപ്പിക്കുന്ന നിലയിലേക്കുള്ള കാര്യങ്ങളാണ് സഭാതലത്തിൽ നടക്കുന്നത്. പ്രതിപക്ഷം പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. അവരിപ്പോൾ പ്രകടനമായി സഭാ കവാടത്തിലേക്ക് വരാൻ പോകുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.